ഓടും കുതിര ചാടും കുതിര ഈ സിനിമ കൊള്ളാമോ ഇല്ലയോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ സിനിമ എത്തരത്തിലുള്ള സിനിമയാണെന്ന് ഞാൻ പറയാം. ഇത്തരത്തിലുള്ള സിനിമകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോ. സംഭവം ഡാർക്ക് ഹ്യൂമറാണ്. കേട്ടിട്ടുണ്ടോ? ഡാർക്ക് ഹ്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ട ആരെങ്കിലും ഒരു ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുകയാണെന്ന് വെച്ചോ. അപ്പോൾ ഈ ആക്സിഡൻ്റ് ആയിട്ടുള്ള വ്യക്തിയെ കാണാനായിട്ട് ഇയാളുടെ സുഹൃത്തോ ആരെങ്കിലും വന്നു. അപ്പോൾ നമ്മൾ ബന്ധുമിത്രാദികളെല്ലാം അടുത്ത് നിൽക്കുക. അപ്പോൾ ഈ സുഹൃത്ത് കയറി വന്നതിന് ശേഷം ഈ ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുന്ന ആളെ ഇങ്ങനെ ഒന്ന് നോക്കിയതിന് ശേഷം പറയുകയാണ്, ഓ ഭാഗ്യത്തിൻ്റെ കാലല്ലേ ഒടിഞ്ഞുള്ളൂ, ഞാൻ ഓർത്ത് നീ ചത്തുപോയി കാണുമെന്ന്. എന്നിട്ട് ഈ അളിയൻ കിടന്നിട്ട് എന്ന് പറഞ്ഞ് ചിരിക്കുക. നമ്മളാണെങ്കിൽ എന്തായിരിക്കും ആ സമയത്ത് പ്രതികരിക്കുക? അടിച്ച് അവൻ്റെ ചെവിക്കൽ പറിച്ച് താഴെ ഇടുകയല്ലേ. അതേസമയം ഡാർക്ക് ഹ്യൂമർ ആണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നത് അറിയുമോ? ഇയാളിങ്ങനെ പറഞ്ഞു, ഓ ഭാഗ്യം ചത്തില്ലല്ലോ, കാലല്ലേ ഒടിഞ്ഞുള്ളൂ, ഞാൻ ഓർത്ത് നീ ചത്തുപോയി കാണുമെന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഡാർക്ക് ഹ്യൂമർ ആണെങ്കിൽ ഈ ബന്ധുമിത്രാദികളും എല്ലാവരും കൂടെ നേരെ തിരിച്ചു പറയും, എന്താ ഞങ്ങളും അതാ ഓർത്ത്, ചത്തിരുന്നെങ്കിൽ കുറച്ച് അരി ലാഭമായിരുന്നു എന്ന് ഇവരും കൂടെ കൊടുത്ത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് ചിരിക്കുകയെന്ന് വെച്ചോ. അത്തരത്തിലുള്ള കോമഡിയാണ് ഈ ഡാർക്ക് ഹ്യൂമർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലുള്ള കോമഡികൾ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തുകൊള്ളുക. അതായത് മറ്റൊരു കാര്യം കൂടെ പറയുകയാണെങ്കിൽ നമ്മളുടെ ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് ചാനലുകളിലൊക്കെ കോമഡി പ്രോഗ്രാംസ് വരുമല്ലോ ഈ സ്റ്റേജിലുള്ള. ആ കോമഡി പ്രോഗ്രാം നിങ്ങൾക്ക് വളരെ താല്പര്യമാണെങ്കിൽ നിങ്ങൾ പൊക്കോ. അതായത് 2.5 മണിക്കൂർ ഈ ഒരു ഇത്തരത്തിലുള്ള കോമഡി പ്രോഗ്രാം സ്ക്രീനിൽ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പൊക്കോ, സൂപ്പറായിരിക്കും.